ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയെ നാളിതുവരെ തൻ്റെ സുദീർഘമായ സേവനത്തിലൂടെ നയിച്ച് പരിപാലിച്ച് ഇടവകയുടെ ഒരു പിതാവായും സ്നേഹിതനായും സംരക്ഷകനുമായി തൻ്റെ സുദീർഘമായ സേവനത്തിലൂടെ ഇതാ നമ്മുടെ ഫ്രാങ്കോ അച്ഛൻ പുതിയ തൻ്റെ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് യാത്രയാകുകയാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ സ്നേഹം, അവരുടെ പരിപാലന എല്ലാം ഓർക്കുന്നു. പി രാജൻ്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് തൂവൽ. അതിൽ 2 വരികൾ ഇപ്രകാരമാണ്: ഞാനിവിടെ ഉണ്ട് എന്നറിയുവാനായിട്ട് ഒരു കൂവൽ മതി, പക്ഷേ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നറിയുവാനായിട്ട് ചില തൂവലുകൾ അവശേഷിക്കണം. ശരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇടവകയെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഫ്രാങ്കോ അച്ഛൻ, നമ്മുടെ സ്നേഹിതനായ ഫ്രാങ്കോ അച്ഛൻ അവശേഷിപ്പിച്ചു പോകുന്ന ധാരാളം തൂവലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അച്ഛൻ്റെ സുദീർഘമായ സേവനത്തിൽ അവശേഷിക്കുന്ന ചില തൂവലുകളാണ് നമ്മുടെ ഇടവകയുടെ ചുറ്റും കാണുന്ന നമ്മുടെ സംരംഭങ്ങൾ. അതിൽ പ്രധാനമായും നമ്മൾ ആദ്യമായി രൂപം കൊടുത്ത നമ്മുടെ കപ്പേള, നമ്മുടെ ദേവാലയത്തിലുള്ള ക്രിസ്തുരാജിൻ്റെയും തോമാസ് ലീഗായുടെയും എഫ് പിതാവിൻ്റെയും തിരുരൂപങ്ങൾ, പിന്നെ നമ്മൾ ചുറ്റും കാണുന്ന നമ്മുടെ നവീകരിച്ച ഹോൾ, അതുപോലെ തന്നെ നവീകരിച്ച കാറ്റഗിസം ഹോൾ, സിമിത്തേരി തുടങ്ങിയവ. അച്ഛൻ്റെ സുദീർഘമായ സേവനങ്ങളിൽ അവശേഷിക്കുന്നതാണ് നമ്മുടെ ഇടവകയിൽ ഉള്ള ഈ സംഘടനകൾ. പ്രധാനമായും ദർശനസഭ, മധ്യവിരുദ്ധ സമിതി, നവോമി, അതുപോലെ തന്നെ മീഡിയ സെൽ. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പുതിയ ചക്രവാളങ്ങൾ തേടി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ പുതിയ ഇടവകയ്ക്ക് വേണ്ടിയും പുതിയ എല്ലാ മിനിസ്ട്രികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം ജോഷുവയ്ക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ്: ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാങ്കോ അച്ഛൻ മുണ്ടത്തിലെ ഇടവകയിൽ നിന്ന് തയ്യൂർ ഇടവകയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇടവക ജനത്തിന് അച്ഛനോട് എന്താ പറയണേ നമുക്ക് കേട്ടാലോ. ഞങ്ങൾ യൂണിറ്റിലേക്ക് ഈ കുടുംബ സമ്മേളനത്തിന് അച്ഛൻ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ 18 വീടായിരുന്നു വന്ന്, അതിൽ 9 വീടും വിധവകളാണ്. അപ്പോൾ ഇത്ര അധികം വിധവകൾ കൂടി ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ മൊത്തം ഈ ഇടവകയിൽ 96 വിധവകളുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ മാത്രം തന്നെ 9 വിധവയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖവും സങ്കടവും ഒരാളോട് പങ്കുവയ്ക്കില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇത് അങ്ങനെയാണ് ഞങ്ങളുടെ നവോമി കൂട്ടായ്മ തുടങ്ങിയത്. അച്ഛൻ്റെ ഒറ്റൊരു അച്ഛൻ്റെ ഒരു പരിശ്രമം കൊണ്ടാണ് അങ്ങനെ നവോമി കൂട്ടായ്മ തുടങ്ങിയത്. ഞങ്ങളുടെ വികാരിയച്ഛൻ ഇവിടുന്ന് സ്ഥലം മാറി പോവുകയാണ്. വികാരിയച്ഛൻ 3 വർഷമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത്. അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരാനും അദ്ദേഹത്തിന് കപ്പേള എന്ന് പറയുന്ന കാര്യത്തിലും
അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പോലീസുകാർ പോലും അച്ഛൻ ഫ്രാങ്കോ അഡ്വക്കേറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവേണ്ട മേഖലയിൽ പോലും അഡ്വക്കേറ്റ് ആയ സ്ഥിതിക്ക് വളരെ രമ്യത പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും എല്ലാം പെരുമാറാനും അച്ഛനോട് ഞങ്ങൾക്ക് ഇടവകയ്ക്ക് സാധിച്ചു. വൻ കാര്യങ്ങളാണ്, അസാധ്യ കാര്യമാണ് സാധിച്ച് നൽകിയിരിക്കുന്നത്. ഇടവകയ്ക്ക് വലിയൊരു നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെല്ലുന്ന സ്ഥലത്തും അതേമാതിരി വൻ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ശക്തി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം വളരെ നല്ല കാര്യങ്ങൾ വളരെയധികം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇടവകയെ ആധ്യാത്മികമായിട്ട് വളർത്തുക എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാ മാസവും മാസാവസാനത്തിലെ വെള്ളിയാഴ്ചകളിലെ ധ്യാനത്തിനായിട്ട് വ്യക്തികളെ കൊണ്ടുവന്ന് അച്ഛന്മാരായാലും അല്ലെങ്കിൽ ബ്രദേഴ്സായാലും ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടവക ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ധ്യാന പരിപാടികൾ തുടങ്ങിയത്. കൂടാതെ ഈ വെള്ളിയാഴ്ച ധ്യാനം മാത്രമല്ല, പല പ്രാവശ്യവും ധ്യാനങ്ങൾ തന്നെ നടത്തി മുഴുവൻ ധ്യാനങ്ങൾ നടത്താറുണ്ട്. 3, 4, 5 ദിവസങ്ങൾ തുടർച്ചയായിട്ടുള്ള ധ്യാനം. അതിന് ഉദാഹരണമാണ് അവസാനമായിട്ട് നമ്മുടെ കപ്പുച്ചിൻ അച്ഛന്മാരെ കൊണ്ടുവന്ന് ധ്യാനം നടത്തിയത്. അവർ ഇവിടെ വന്ന് ധ്യാനം നടത്തുക എന്ന് മാത്രമല്ല, എല്ലാ വീടുകളും സന്ദർശിച്ച് ആവശ്യമുള്ളവരുടെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും ചോദിച്ചറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്യുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി അങ്ങനെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഭവനമായിട്ട് ഈ ക്രിസ്തുരാജ ഇടവകയെ വളർത്തുക എന്നുള്ളതാണ് അച്ഛന് വലിയൊരു ആഗ്രഹമാണ്. അത് അവസാനമായിട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അച്ഛൻ പോകുന്നത്. ഇനിയുള്ള പോകുന്ന സ്ഥലത്തും ഇതുപോലെ തന്നെ ആധ്യാത്മികമായി എല്ലാ വ്യക്തികളെയും വളർത്തുവാനുള്ള അനുഗ്രഹം അച്ഛനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ഞങ്ങൾ വികാരിയച്ഛൻ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പല കാര്യങ്ങളും അച്ഛൻ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി. അച്ഛൻ പോണതിന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും അച്ഛൻ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണിക്ക് ഈ പള്ളിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ഏതച്ഛനെ? എന്നെ ഇഷ്ടമല്ലേ ഇപ്പോ? ആയിക്കോട്ടെ. ഫ്രാങ്കോച്ചിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? എടുത്തു പ്രാർത്ഥിച്ചു, അതുകൊണ്ടാ? അച്ഛനോട് വേണ്ടി മോള് പ്രാർത്ഥിക്കുവോ? അച്ഛനോട് ഇനി പോവോ? അങ്ങോട്ട് പോവോ? അച്ഛൻ പോകുന്ന സ്ഥലത്തേക്ക് പോവോ? അച്ഛനോട് പറയാട്ടോ, നമുക്ക് വണ്ടി വിളിക്കാം കേട്ടോ. ശരി കേട്ടോ.